ഇനി വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാലോ, എപ്സ്റ്റീൻ ഫയലോ മറ്റൊക്കെ ആണെങ്കിലോ, ഒരു രാഷ്ട്ര നേതാവിന് വേണ്ടി മൊത്തം രാഷ്ട്രത്തിൻ്റെ പ്രതിച്ഛായ തന്നെ ഇല്ലാതെയാക്കുക എന്ന് പറയുന്നത്, അങ്ങനെ ഒരു ആവശ്യം ഈ 140 കോടി ജനങ്ങൾക്ക് ഉണ്ടോ? അങ്ങനെ ഒരു സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ലോ. ഇനി വേറൊരു അർത്ഥത്തിൽ ആലോചിച്ച് നോക്കുക, ഇസ്രായേൽ നാളിതുവരെ ഇന്ത്യക്ക് നൽകിയിട്ടുള്ള സംഭാവന എന്താ? നമ്മൾ ആരാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഇത്രയൊന്നും പ്രതാപവും സാമ്പത്തിക സ്ഥിതിയും ഇല്ലാത്ത കാലത്ത് ഒരാളുടെയും മുന്നിൽ തല പണയം വെച്ചിട്ടില്ലാത്ത ഒരു രാജ്യം അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടി ഇസ്രായേലിൽ പോയി നൃത്തം ചെയ്തു എന്നുവരെ എപ്സ്റ്റീൻ ഫയൽസുകളുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിഷാ സലഫി ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു, എണ്ണയുമായി ബന്ധപ്പെട്ടുള്ള. ഇപ്പോൾ നമ്മൾ കേട്ട വാർത്ത, അമേരിക്ക റഷ്യയിൽ നിന്നും ഇന്ത്യക്ക് എണ്ണ വാങ്ങാനുള്ള സമ്മതം നൽകി എന്ന വാർത്ത നമ്മൾ ശ്രദ്ധിച്ചു. ഇത് സത്യത്തിൽ വർഷങ്ങളായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അഭിമാനം, ആ അഭിമാനം ഇപ്പോൾ പല നേതാക്കന്മാരും പ്രധാനമന്ത്രിമാരും കഴിഞ്ഞു പോയി, അവരൊക്കെ കാത്തു സൂക്ഷിച്ച ഒരു അഭിമാനമുണ്ട്. ആർക്കും അടിയറവ് പറയാതെ, പ്രത്യേകിച്ചും അമേരിക്കക്ക് അടിയറവ് പറയാത്ത രൂപത്തിലായിരുന്നു കാലങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ അമേരിക്ക സമ്മതിച്ചു എന്നുള്ളത് ഈ ഇന്ത്യയുടെ അഭിമാനം പണയം വെക്കലല്ലേ എന്ന ഒരു ചോദ്യമുണ്ട്. ഇത് നമുക്ക് നേരത്തെ അറിയാം, കുറച്ചായി അമേരിക്കയും ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിയിരുന്നു, അത് അമേരിക്ക പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ടൊരു ടാക്സ് വാർ പോലെ അവിടെ ഇറക്കുമതി തീരുവ കൂട്ടുന്നു, ഇവിടെ ടാക്സ് കൂട്ടുന്നു പറഞ്ഞ ഭയങ്കര പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് നിലവിലുണ്ടായല്ലോ. ഇപ്പോൾ അവസാനം വീണ്ടും ഒരു പ്രതിസന്ധി വന്നപ്പോൾ അമേരിക്ക പറയാൻ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കോളി. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സമ്മതം കിട്ടിയാലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റൂ എന്ന ഏറ്റവും പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്തുക എന്നുള്ളത് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് അത് ശരിക്കും നമ്മുടെ അഭിമാനത്തെ തൊട്ട് കളിക്കുന്നൊരു സംഗതി തന്നെയാണ്. അതൊരിക്കലും ഈ രാജ്യത്തിന് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്ത്യ സ്വതന്ത്രമായൊരു കാലമുണ്ട്, സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു സമയം എന്ന് പറയുന്നത് എല്ലാ നിലക്കും പ്രതിസന്ധികളിലൂടെ കടന്നു പോയിരുന്നൊരവസ്ഥയാണ്. ഇവിടെ ഭക്ഷ്യക്ഷാമമുണ്ട്, ഇവിടെ ആവശ്യത്തിന് ഉൽപ്പാദനം നടക്കുന്നില്ല, ഇവിടെ വ്യവസായങ്ങൾ കുറവാണ്, ഇവിടുത്തെ കൃഷി എന്ന് പറയുന്നത് പരമ്പരാഗത രീതി മാത്രമാണുള്ളത്. ഇങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ആ കാലത്ത് പോലും ഇന്ത്യ, അന്ന് കോൾഡ് വാറിൻ്റെ കാലമാണ്, ഇന്ത്യ ഒരു നയം ഒരു കക്ഷിയോടൊപ്പം രാജ്യം നിന്നിട്ടില്ല. നോൺ അലൈൻഡ് പോളിസിയാണ് ഇന്ത്യ എടുത്തത്, ചേരിചേരാ നയമാണ് ഇന്ത്യ സ്വീകരിച്ചത്. അന്ന് USSRൻ്റെ കൂടെ നിന്നിട്ടില്ല, അമേരിക്കയുടെ കൂടെ നിന്നിട്ടില്ല. ആ കാലത്ത് അന്ന് അമേരിക്ക നല്ല പ്രഷർ ഇട്ടിരുന്നു, ഇന്ത്യ കൂടെ നിൽക്കാൻ നല്ല പ്രഷർ ഇട്ടിരുന്നു. പക്ഷേ ഇന്ത്യ ഒരിക്കലും നിങ്ങൾ ഞങ്ങളെ ഒറ്റപ്പെടുത്താനാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കാൻ ഇവിടെ പ്രിപ്പയർ ചെയ്തു നിൽക്കുന്നു എന്ന ആശയമാണ് അന്ന് ജവഹർലാൽ നെഹ്റു ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അതൊരു അഭിമാനമുള്ള വർത്താനാണ്. എന്നതുപോലെ തന്നെ വിയറ്റ്നാമുമായി ബന്ധപ്പെട്ട അമേരിക്ക അന്ന് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോഴും ആ സമയത്ത് ഇന്ത്യ വളരെ ശക്തമായി അതിനെതിർത്തു. അവിടെ പിന്നെ നെഹ്റു അമേരിക്ക സന്ദർശിച്ച് ഇന്ത്യക്ക് ഗോതമ്പ് കിട്ടിയിരുന്നൊരു സന്ദർഭമുണ്ടായിരുന്നു. ഒരു ഫുഡ് ഡിപ്ലോമസി അമേരിക്ക നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്നാണ്. അമേരിക്കക്ക് പിന്തുണയില്ലെങ്കിൽ ഞങ്ങൾ ഗോതമ്പിൻ്റെ അളവ് കുറക്കും. ഇന്ത്യ അന്ന് സ്വീകരിച്ചത് UN-ഉം പോപ്പുമൊക്കെ ഈ വിയറ്റ്നാം കാര്യത്തിൽ എടുത്ത നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുക എന്ന് അമേരിക്ക അതിന് മറുപടി പറഞ്ഞതായിട്ട് പറയപ്പെടുന്നു. നമുക്കറിയില്ല. അമേരിക്ക പറഞ്ഞത് UN-നും പോപ്പിനൊന്നും ഗോതമ്പ് ആവശ്യമില്ല, ഗോതമ്പ് ഇന്ത്യക്കാണ് ആവശ്യം, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ ഇന്ദിരാഗാന്ധി വളരെ ശക്തമായി ഇന്ത്യയുടെ ഒരേ ഒരു സ്റ്റാൻഡിൽ നിൽക്കുകയും വിയറ്റ്നാം ആക്രമണത്തിനെതിരെ നിലനിൽക്കുകയും പിന്നെ ചേരിചേരാ നയത്തിൽ അടിയുറച്ചു നിൽക്കുകയുമാണ് ചെയ്തത്. ഒരുപക്ഷെ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഗ്രീൻ റവല്യൂഷനിലേക്ക് വരെ ഇന്ത്യ ചിന്തിച്ചതെന്ന് പറയാറുണ്ട്. ഭക്ഷ്യവിപ്ലവത്തിലേക്ക് MS സ്വാമിനാഥൻ്റെ നേതൃത്വത്തിൽ പഞ്ചാബിൽ തുടങ്ങി വെച്ചു. അതിലേക്ക് ചിന്തിക്കുന്നത് പോലും ഇന്ത്യ ഭക്ഷണം ഒരു ടീം നിഷേധിച്ചാൽ നമ്മൾ പ്രയാസപ്പെടാൻ പാടില്ല, നമ്മൾ സ്വയം പര്യാപ്തരാകണം. അങ്ങനെ രാസവളം ഉൾപ്പെടെയുള്ള പുതിയ കാർഷിക രീതി അത് നേരത്തെ മുതൽ നടപ്പിലാക്കി തുടങ്ങുന്നുണ്ടെങ്കിലും അതിലേക്ക് കൂടുതൽ ശക്തമായി ഇറങ്ങുന്നതും ഗ്രീൻ റവല്യൂഷനിലേക്കൊക്കെ എത്തിയതും അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ടാണെന്ന് പറയപ്പെടാറുണ്ട്. ഞാൻ പറഞ്ഞത്, നമ്മൾ ആരാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഇത്രയൊന്നും പ്രതാപവും സാമ്പത്തിക സ്ഥിതിയും ഇല്ലാത്ത കാലത്ത് ഒരാളുടെയും മുന്നിൽ തല പണയം വെച്ചിട്ടില്ലാത്ത ഒരു രാജ്യം അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടി ഇസ്രായേലിൽ പോയി നൃത്തം ചെയ്തു എന്നുവരെ എപ്സ്റ്റീൻ ഫയൽസുകളുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു. നമ്മുടെ രാജ്യത്തേക്ക് അമേരിക്കയിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യണമെന്ന അമേരിക്കൻ തീരുമാനത്തിൽ
ഒരു നിഷേധവും കാണിക്കാതെ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു അടിമപ്പണി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ അഭിമാനം പണയപ്പെടുത്തിയത് തന്നെയാണ്. ഒരു ഇന്ത്യക്കാരൻ്റെ മനസ്സുകൊണ്ട് ഇത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം. പക്ഷേ ഈ അടിയറവ് പറച്ചിൽ ഇതിൽ എന്തെങ്കിലും നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. വലിയ പ്രത്യാഘാതങ്ങളുടെയും പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പം നമുക്കറിയാം, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഗുജറാത്ത് കലാപത്തിൻ്റെ പേരിൽ US കോൺഗ്രസ് വിസ നിഷേധിക്കുകയും അമേരിക്കയിലേക്ക് പോകാൻ ബാൻ ഉണ്ടായിരുന്നു. പിന്നീട് പ്രധാനമന്ത്രിയാകുന്നു, സ്വാഭാവികമായിട്ടും അത് അവർ റിവേർട്ട് ചെയ്യുന്നു. കാരണം അന്നത്തെ പിന്നെ മുഖ്യമന്ത്രിക്കായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി ആവുകയാണല്ലോ, അവരെ സംബന്ധിച്ചോളം ആവശ്യക്കാരനായി മാറിയെന്നർത്ഥം. എന്തായാലും ആ സമയത്ത് നരേന്ദ്രമോദി എടുക്കുന്ന ഏറ്റവും വലിയൊരു തീരുമാനം എന്ന് വെച്ചാൽ ലോകരാജ്യങ്ങൾ മുഴുവനും സന്ദർശിക്കുക എന്നുള്ളതാണ്. പകുതിയോളം രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുകയും രാഷ്ട്ര നേതാക്കളുമൊക്കെ ആയിട്ട് നേരിട്ട് തന്നെ ബന്ധം സ്ഥാപിക്കുകയും ഒരർത്ഥത്തിൽ ഇന്ത്യക്ക് വൈദേശികമായിട്ട് എല്ലാ ഒരു കണ്ണി ചേർക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു പോളിസി, ഒരു ഫോറിൻ പോളിസിയിലേക്ക് ഇന്ത്യ പോയിരുന്നു. നമുക്കറിയാം, അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഒരു രാജ്യം സന്ദർശിക്കുമ്പോൾ കൂടെ നമ്മുടെ ഡെലിഗേറ്റ്സ് ഉണ്ടാവും, ഫോറിൻ ഡിപ്ലോമാറ്റ്സ് ഉണ്ടാവും. ഇവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് എന്തായാലും ഒരു കനത്ത ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മളെല്ലാം തന്നെ ഇന്ത്യ കുറേ കൂടെ ശക്തമായ ഒരു സ്വാധീനമായി ലോകത്ത് മാറും എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. കുറേയൊക്കെ പലതും നമ്മളങ്ങനെ കാണുകയും ചെയ്തിരുന്നു. മോദിക്ക് വേണ്ടി ശക്തമായിട്ടുള്ള ലോബി വർക്കുകളായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ എങ്കിൽ പോലും പല രാഷ്ട്രങ്ങളിലും അദ്ദേഹത്തിന് വലിയ സ്വീകരണമൊക്കെ ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇടയിൽ നമ്മൾ പിന്നെ കേട്ടൊരു കാര്യം എന്താ വെച്ചാൽ, ഇദ്ദേഹം സന്ദർശിച്ച പല രാജ്യങ്ങളിലെയും സന്ദർശനത്തിൻ്റെ ഒരു പ്രധാന താല്പര്യം എന്നത് അദാനിക്ക് ബിസിനസ് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ കേൾക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അവിടെ നിൽക്കട്ടെ, ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെ അടക്കം അത് പിന്നീട് ഇതുണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു വിശ്വഗുരു എന്ന രീതിയിലൊക്കെ മോദി പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒന്ന് ഇന്ത്യയുടെ മാധ്യമ ലോകത്ത് കണ്ടിരുന്നു. അപ്പോൾ പക്ഷെ നമ്മളിപ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ, വളരെ ദുർബലവും അസ്ഥിരവുമായ ഒരു ഫോറിൻ പോളിസിയിലേക്ക് ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് ഇന്നലെ ഈ വിഷയത്തിൽ സംഭവിച്ചതുപോലെയല്ല, കുറച്ച് കാലമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും അടുത്ത കാലത്തുള്ള കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യ പാക് യുദ്ധം നടക്കുന്നു. യുദ്ധമാണോ എന്തോ ആയിക്കോട്ടെ, അത് എന്തായാലും അത് സംഭവിക്കുമ്പോൾ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ കേൾക്കുകയാണ്, അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള മോദി പ്രഖ്യാപിക്കുന്നു ഇന്ത്യൻ യുദ്ധം അവസാനിച്ചു. എന്നിട്ട് ഞാനാണ് ഈ യുദ്ധം നിർത്തിച്ചത്, അവസാനിപ്പിച്ചതെന്ന് പറയുന്നു. നമ്മൾ സാധാരണ രീതിയിലൊരു അഭിമാനമുള്ള രാജ്യം എന്ന നിലയിൽ, അഭിമാനമുള്ള ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഉടനെ തന്നെ പ്രതികരിക്കേണ്ടതാണ്. അങ്ങനെ ഒരാളുടെയും തൊട്ടുകൂടാൻ ഞങ്ങൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടില്ല. അത് നമ്മൾ സ്വാഭാവികമായിട്ട് ഡിപ്ലോമാറ്റിക് ടോക്കിൻ്റെ ഭാഗമായിട്ട് നടന്നാണ് പറയേണ്ടതാണ്. പക്ഷേ അതങ്ങോട്ട് പറയാൻ ചങ്കിൽ കെട്ടി നിൽക്കുകയാണ് ചെയ്തിരുന്നത്. ഏറ്റവും ഒടുവിൽ ദുർബലമായ രീതിയിലാണ് ഒരു ഫോറിൻ സെക്രട്ടറിയോ അല്ലെങ്കിൽ മറ്റൊരു മിനിസ്റ്ററോ ഒരു പ്രതികരണം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ വ്യാപാര കരാറിൽ ഏർപ്പെടുകയും അത് കർഷക താല്പര്യങ്ങൾക്ക് 100% എതിരാണ്, വിരുദ്ധമാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ കർഷക സമൂഹത്തിൻ്റെ നട്ടെല്ലൊടിക്കുമെന്നുള്ളത് കൃത്യമായിട്ടും പ്രതിപക്ഷമടക്കം ചൂണ്ടിക്കാണിക്കുമ്പോഴും അതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയുന്നില്ല. എന്നാൽ അവരാകട്ടെ അത് പാർലമെൻറ്റിലും പുറത്തുമൊക്കെ ആഘോഷിക്കുന്ന ചിത്രങ്ങൾ, പ്രഖ്യാപനങ്ങൾ, അവിടുത്തെ നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് അടക്കം അത് എടുത്തു പറയും നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോഴും അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യയിൽ നിന്നൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ താരിഫ് വാർ നമ്മൾ കരുതിയെന്ന് വെച്ചാൽ ഈ ബായി ആയ സ്ഥിതിക്ക് ഇന്ത്യക്കെതിരെ അത്തരം വലിയ താരിഫ് ചുമത്തൂലല്ലേ. അതേസമയം സംഭവിക്കുന്നതാണ്, ബാക്കി പലർക്കും ചുമത്തിയതിനേക്കാളും വലിയ താരിഫ് ഇന്ത്യക്കെതിരെ 125% ഒക്കെ വന്നു.
എന്നാൽ ആ സമയത്തെങ്കിലും നമ്മളൊരു സ്റ്റേണായ ബോൾഡായ ഒരു സ്റ്റാൻഡ് എടുക്കുകയും ഇത്തരത്തിലുള്ള ഈ തിട്ടൂരങ്ങൾക്ക് വഴങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയാൻ പറ്റില്ല. ഓഫ് കോഴ്സ് നമുക്കറിയാം അങ്ങനെ പെട്ടെന്ന് ഒരു പിൻവലിയാൻ പറ്റുന്നതല്ല ഒരു ആഗോള സാമ്പത്തിക വ്യവസ്ഥ. പക്ഷെ എങ്കിൽ പോലും ഒരു രാഷ്ട്രമെന്ന നിലയിൽ അതിൻ്റെ അഭിമാനത്തെ തൊടുന്ന ചില പ്രഖ്യാപനങ്ങൾക്കെതിരെ ഒരു ഇതുണ്ടാവണം. അത് സംഭവിച്ചില്ല. ഇനിയിപ്പോൾ വെനിസ്വേല ഒരു ഭരണാധികാരിയാണ്, അല്ല ആരും ആയിക്കോട്ടെ, സ്വേച്ഛാധിപതിയോ എന്തോ ആയിക്കോട്ടെ, അദ്ദേഹത്തെ ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് പിടിച്ച് കൊണ്ടുപോകുന്നു. അവർ രാഷ്ട്രത്തലവനോട് പ്രകടമാക്കേണ്ട സാമാന്യ മര്യാദ ഇവിടെ UN പോലുള്ള ചില സംവിധാനങ്ങൾ നിലനിൽക്കെ അതിനെയൊക്കെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് നടത്തുന്ന അത്തരത്തിലുള്ള കൂപ്പുകൾ, ഇതിനെതിരെയൊക്കെ ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ഇന്ത്യ എന്നും ശക്തമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ഈവൻ ഇപ്പോൾ വാജ്പേയി പോലും എന്ത് ചെയ്തു, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ഇൻവേഷൻ ഉണ്ടായ സമയത്ത് ഇവിടുന്ന് 20,000 പട്ടാളക്കാരെ അയക്കണം എന്ത് ചെയ്തു, പറഞ്ഞു. സ്റ്റേൺ ആയിട്ടുള്ള സ്റ്റാൻഡ് പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചു അദ്ദേഹം. ഇപ്പോൾ സദ്ദാം ഹുസൈന് എതിരുണ്ടായ മൻമോഹൻ സിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, ശക്തം പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും തന്നെ അമേരിക്കയുടെ അത്തരം താല്പര്യങ്ങളോട് ഇന്ത്യ വഴങ്ങിക്കൊടുത്തിട്ടില്ല. മറിച്ച് വളരെ കൃത്യമായി സമയോചിതമായിട്ട് അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മളിവിടെ കണ്ടില്ല. ഇനി ഖമേനി കൊല്ലപ്പെടുന്നു. പക്ഷേ നമ്മൾ ബാക്കി എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയുമായിട്ട് കഴിഞ്ഞ 10-30 വർഷമായിട്ട് അഭേദ്യമായ വ്യാപാര ബന്ധമുള്ള, സാമ്പത്തിക ബന്ധമുള്ള, സൗഹൃദമുള്ള ഒരു രാജ്യമാണ്. ഇപ്പോൾ പാകിസ്ഥാനുമായി യുദ്ധം നടന്നപ്പോൾ പോലും ഇന്ത്യയോടൊപ്പമാണ് ഇറാൻ നിന്നിട്ടുള്ളത്. അത്രയും അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു രാഷ്ട്രത്തിലെ രാഷ്ട്രത്തലവനെ അതും ഒരു ചതിയിലെന്ന് നമ്മൾ പറയണം. കാരണം യുദ്ധമില്ല എന്നുള്ളൊരു തോന്നലുണ്ടാക്കി പെട്ടെന്ന് എന്ത് ചെയ്യുക, ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ മിണ്ടില്ല. ഇപ്പം അത് ആരോ ആയിക്കോട്ടെ, ഒരു പ്രസ്താവനയെങ്കിലും ഉണ്ടാവണ്ടേ. ആ പ്രസ്താവന പോലും നടത്താൻ നമുക്ക് കഴിയുന്നില്ല. ഇനി അത് കഴിഞ്ഞിട്ടിപ്പോൾ ഇന്ത്യ മഹാസമുദ്രത്തിൽ ആണ് ഇറാൻ്റെ കപ്പൽ. അതൊരു വാർഷിപ്പാണത്. പക്ഷേ വാറിന് വേണ്ടി ലോഡ് ചെയ്യപ്പെട്ടൊരു ഷിപ്പല്ല, മറിച്ച് പറയപ്പെടുന്നത് വെച്ചാൽ അത് ഇന്ത്യ ക്ഷണിച്ചു വന്നാണ്. വിശാഖപട്ടണത്ത് പരേഡിന് വരികയും അവരുടെ ഈ പറഞ്ഞ അന്നും ഈ കൊല്ലപ്പെട്ട നാവികരെല്ലാം തന്നെ പരേഡിൽ പങ്കെടുത്തവരാണ്. അപ്പോൾ ഇന്ത്യയിൽ അവർ ക്ഷണിതാക്കളായിരുന്നു. അങ്ങനെ ഗസ്റ്റുകളായി വന്ന് പങ്കെടുത്ത് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് സംഭവിക്കുന്നത്. അപ്പോൾ പ്രോട്ടോക്കോൾ അനുസരിച്ച് ആയുധം കൊണ്ടുവരാൻ പാടില്ല എന്നാണ്. അപ്പോൾ അവരായുധം എടുത്തിരുന്നില്ല. അപ്പോൾ നിരായുധരായിട്ടുള്ള നാവികരാണ് ഈ കപ്പലുള്ളത്. അത് അമേരിക്കയ്ക്ക് അറിയാം. അപ്പോൾ സകല അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഇന്ത്യയുടെ അതിഥിയായി വന്ന ഈ നാവികരെ ഇന്ത്യ മഹാസമുദ്രത്തിൽ വെച്ച് ടോർപിഡോ ചെയ്ത് കൊല്ലുകയാണ്. അപ്പോൾ ഒരു കാര്യം വെച്ചാൽ ഈ നമ്മൾ ഗാർഡിയൻസ് ഓഫ് ദ ഇന്ത്യൻ ഓഷ്യൻ എന്നാണ് പറയുന്നത്, ഈ നമ്മളെ പ്രധാനമന്ത്രി ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം നമുക്ക് ഇതിൻ്റെ മുകളിൽ ആധിപത്യമുണ്ടെന്നാണ്. ചൈന ഇടയ്ക്ക് പറയും നിങ്ങളെ കോറിഡോറൊന്നുമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്ക് യാർഡല്ല എന്നൊക്കെ പറയും. പക്ഷെ വേറെ ആരും പറയാറില്ല. അപ്പോൾ അത്രയും നമ്മൾ നമ്മുടേതെന്ന് കരുതുന്നൊരു സ്ഥലത്ത് വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയിട്ടും നമ്മൾ കമാന്നൊരക്ഷരം മിണ്ടിയില്ല. അതിനെക്കുറിച്ച് പറയാൻ തന്നെ നമ്മൾക്ക് ബുദ്ധിമുട്ട്. ഇനി രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് വന്നു. അതിലിപ്പോൾ ആർക്കും ഒരു പ്രയാസമല്ലോ. എന്തായാലും ആ രീതിയിൽ രക്ഷ ആവശ്യമുള്ള ഒരു SOS സന്ദേശം വന്നു കഴിഞ്ഞാൽ ഏത് രാജ്യമാണെങ്കിലും സാധാരണയ്ക്ക് ചെയ്യാറുണ്ട്. അവിടെയും ഇന്ത്യ ചെന്നില്ല. പകരം ഇന്ത്യയുടെ 100-1 വലുപ്പമുള്ള ശ്രീലങ്കയെ പോലെ ദുർബലമായൊരു രാജ്യം ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നിട്ട് ആ നാവികരെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. മരിച്ചവരുടെ ശവങ്ങളൊക്കെ എന്ത് ചെയ്തു, അവരേറ്റെടുത്തു. അവിടെ അത് സൂക്ഷിക്കാൻ എന്ത് ചെയ്തു, ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ ഇന്നലെ 1 മാസം അവിടെ താമസിക്കാനുള്ള വിസ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള ഈ ശക്തമായ സ്റ്റാൻഡുകളാണ് ഇവർക്ക് അടുത്തുള്ളത്. നാറ്റോ സഖ്യത്തിലുള്ള സ്പെയിന് ഞങ്ങൾ പങ്കെടുക്കൂല എന്ത് ചെയ്തു, പ്രഖ്യാപിച്ചു. ബ്രിട്ടൻ പോലും ഒരു അയഞ്ഞ സ്റ്റാൻഡിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ രാജ്യങ്ങളെല്ലാം തന്നെ ഈ രീതിയിൽ, മാത്രമല്ല അമേരിക്കയിൽ തന്നെ പ്രതിഷേധം നടക്കുകയാണ്. അതായത് അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുവാദമില്ലാതെ യുദ്ധത്തിൽ ഏർപ്പെട്ടതിന് ഇംപീച്ച്മെൻ്റ് എന്ത് ചെയ്യും, വരുമെന്ന നിലയിലാക്കുന്നത്. അപ്പോൾ ഈ ട്രംപ് ആവട്ടെ ഇസ്രായേലാകട്ടെ യഥാർത്ഥത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം വിമർശനങ്ങൾക്ക് വിധേയമാകുന്ന, അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം ലംഘിച്ചു എന്നുള്ളത് കൃത്യമായിട്ടും ബോധ്യപ്പെട്ട് കിടക്കുന്ന ഒരു സമയത്ത് വലിയ ജനാധിപത്യം വാദിക്കുന്ന
ഒരർത്ഥത്തിൽ ഇന്ത്യയിൽ ആ രീതിയിലുള്ളൊരു ലോകത്ത് ആ രീതിയിലുള്ളൊരു നേതൃത്വ സ്വഭാവം ഉണ്ടായിരുന്ന ഒരു രാജ്യത്തിന് അതിൻ്റെ ശബ്ദം നഷ്ടമായത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം പ്രധാനമാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ നേരത്തെ ഇപ്പോൾ അത് എപ്സ്റ്റീൻ ഫയലാണോ അതോ അദാനിയാണോ എന്നുള്ള ചോദ്യം വീണ്ടും വരുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെപ്പോലുള്ളവരൊക്കെ അദാനിയുടെ ഇത് പറയുന്നുണ്ട്. കാരണം നമുക്കറിയാം അമേരിക്കയിൽ അദ്ദേഹത്തിനെതിരെ കേസുണ്ട്, ഓസ്ട്രേലിയ വഞ്ചനക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ വിദേശത്തേക്ക് പലയിടത്തേക്കും പോകാൻ പറ്റാത്ത വിധം അദ്ദേഹം കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ അദാനിക്ക് വേണ്ടിയുള്ള ഒരു ഡിപ്ലോമസി ആണോ ഇത് എന്ന് പോലും സംശയിക്കേണ്ടി വരുന്നുള്ളതാണ്. അതെന്തായാലും ഒരു രാഷ്ട്രം മുഴുവനും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ദുർബലമായ ഒരു ഫോറിൻ പോളിസി കൊണ്ടുവരാൻ വെച്ചാലും, ഇനി വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാലോ എപ്സ്റ്റീൻ ഫയലോ മറ്റൊക്കെ ആണെങ്കിലോ ഒരു രാഷ്ട്ര നേതാവിന് വേണ്ടി മൊത്തം രാഷ്ട്രത്തിൻ്റെ പ്രതിച്ഛായ തന്നെ ഇല്ലാതെയാക്കുക എന്ന് പറയുന്നത്, അങ്ങനെ ഒരു ആവശ്യം ഈ 140 കോടി ജനങ്ങൾക്ക് ഉണ്ടോ? അങ്ങനെ ഒരു സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ലോ. ഇനി വേറൊരു അർത്ഥത്തിൽ ആലോചിച്ച് നോക്കുക, ഇസ്രായേൽ നാളിതുവരെ ഇന്ത്യക്ക് നൽകിയിട്ടുള്ള സംഭാവന എന്താ? ഇത്രയും കാലം എന്തെല്ലാം സഹായങ്ങൾ ഇന്ത്യക്കുള്ളത്? ഇന്ത്യ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയിലെ ചില രാഷ്ട്ര നേതാക്കന്മാർ കൊല്ലപ്പെട്ടപ്പോൾ പോലും മൊസാദിൻ്റെ കൈ അതിലുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഈവൻ ഇപ്പോൾ രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്ന സമയത്ത്. അപ്പോൾ അത്തരത്തിലുള്ള പല ആരോപണങ്ങളും മൊസാദിനെതിരെയും ഇസ്രായേലിനെതിരെയും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് കാര്യമായ എന്തെങ്കിലും സാമ്പത്തിക സഹായം ഇല്ല. സൈനിക സഹായം എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽക്കുക, ഇതല്ലാതെ വെറുതെ വരുമൊന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെ വലിയൊരു സഹായം കിട്ടിയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ പെഗാസസ് എന്ന് പറയുന്നൊരു മറ്റേ പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാവരെയും രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പൈവെയർ എന്ത് ചെയ്തു നൽകി എന്നുള്ള, ഇതൊക്കെ ഇപ്പം നമുക്ക് കിട്ടിയുള്ള സഹായങ്ങൾ. ഈ മറ്റെല്ലാ അർത്ഥത്തിലും നോക്കിയാൽ ഇന്ത്യയുടെ സാമ്പത്തിക സുസ്ഥിരതയെപ്പോലും ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള പല നടപടിക്രമങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. അമേരിക്കയോ ഒരു കച്ചവടക്കാരൻ എന്ന അർത്ഥത്തിലല്ലാതെ അമേരിക്കയിൽ ഇന്ത്യക്ക് എന്ത് സഹായം ഉണ്ടായിട്ടുള്ള? അപ്പോൾ ഈ രാജ്യങ്ങൾക്ക് വേണ്ടി അടിമപ്പണി ചെയ്യേണ്ട, അല്ലെങ്കിൽ കീഴടങ്ങേണ്ട, ഈ തല താഴ്ത്തി കൊടുക്കേണ്ട എന്തൊരു ദുർബലതയാണ് ഇന്ത്യക്ക് സംഭവിച്ചതെന്നുള്ളത് ഗൗരവമുള്ളൊരു വിഷയമാണ്. അപ്പോൾ പിന്നാമ്പുറങ്ങൾ ചിലത് സംഭവിക്കുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല. എന്തായാലും ഇന്ത്യയുടെ ഒരു ശബ്ദം പറ്റേ ദുർബലമായി എന്നുള്ളതാണ്. നേരത്തെ നമുക്ക് ഉണ്ടായിരുന്നൊരു സ്ഥാനം അത് നഷ്ടപ്പെട്ടു എന്ന്. ഇന്ന് ആരാ ഇന്ത്യയുടെ ശബ്ദം നോക്കുന്നത്? ഇന്ത്യ എന്താ അഭിപ്രായം പറയുന്നതെന്ന് നോക്കുന്നുണ്ടോ? അപ്പോൾ നമുക്കറിയാം, ക്യൂബയിൽ കാസ്ട്രോ ജീവിച്ചിരുന്ന കാലത്ത് എന്തൊരു വിഷയം വന്നാലും എന്താണ് കാസ്ട്രോ പറയുന്നത് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബാക്കി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇപ്പോൾ കമേനിയുടെ വോയിസിന് അത്തരത്തിലുള്ള വലിയൊരു ശ്രദ്ധ ലോകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലോകത്ത് ആ രീതിയിൽ ഒരു പക്ഷേ നയിക്കാൻ മാത്രം ശക്തി ഉണ്ടായിരുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രം വലിയ ദുർബലമായിപ്പോയി. ഞാൻ പറഞ്ഞ പ്രത്യാഘാതത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, എന്തായാലും ലോകക്രമം ഈ യുദ്ധത്തോടെ മാറി മറിയാൻ സാധ്യതയുണ്ട്, ഒരു സംശയവുമില്ല. പ്രത്യേകിച്ചും റഷ്യയും ചൈനയും നോർത്ത് കൊറിയയും ഒക്കെ ഇറാനെ മുൻനിർത്തി ഒരു പ്രോക്സി വാറിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക ദുർബലമാകും. ഇന്നിപ്പോൾ ഒരു പെട്രോ ഡോളർ എന്നുള്ളൊരു ഇതിലാണല്ലോ മൊത്തം പിടിച്ചിരിക്കുന്ന സാധനം. ആ ഒരു സാധനം മാറാൻ സാധ്യത. കാരണം ഇപ്പോൾ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്രയേറെ സൈനിക താവളങ്ങൾ ഒക്കെ അനുവദിച്ച്, അത് ചില്ലറ സംഭവങ്ങളല്ല, അതായത് 50,000-ത്തിലധികം അമേരിക്കൻ പട്ടാളക്കാരാണ് ഇവിടേക്ക് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയുടെ തന്നെ പകുതിയോളം വരുന്ന ആയുധ ശേഖരങ്ങളാണ് ഇവിടേക്ക് ഉള്ളത്, മറ്റു പല സംവിധാനങ്ങളും. ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? തങ്ങൾക്ക് കൂടെ സംരക്ഷണം ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ ചെയ്താണ്. പക്ഷേ ഇപ്പോൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കാണുന്നത് ഒന്നുകിൽ ഇസ്രായേലിൻ്റെ മാത്രം സംരക്ഷണം ആണ് അമേരിക്ക ഏറ്റെടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സംവിധാനങ്ങളൊന്നും തന്നെ അവരെ സംരക്ഷിക്കാൻ പര്യാപ്തമല്ല. ഇനി അതുമല്ലെങ്കിൽ അല്പസ്വല്പം ഡാമേജുകൾ ഈ അറബ് രാജ്യങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് അമേരിക്കയും ഇസ്രായേലും തീരുമാനിച്ചുറച്ചതുപോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവരെ നമ്പാൻ ഇനി പറ്റൂല എന്നുള്ളതിലേക്ക് പോകും. അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ സൈനിക താവളങ്ങളൊക്കെ ഒരുപക്ഷെ മെല്ലെ മെല്ലെ അവർക്ക് വിട്ടൊഴിഞ്ഞു പോകേണ്ടി വരാം. അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക്, ചൈനയ്ക്കോ റഷ്യയ്ക്കൊക്കെ ഈ രീതിയിലുള്ള സ്വാധീന മേഖലകൾ ഇവിടെ ഉണ്ടായി വരും. അപ്പോൾ ആ രീതിയിൽ അറബ് രാജ്യങ്ങളിലേക്ക് ഫോറിൻ പോളിസികൾ മാറ്റം വരാം. ഇപ്പോൾ ഈ അമേരിക്കയും ഇസ്രായേലിനെയും പിന്തുണയ്ക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചോളം നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിരുന്നത്
ഈ പറയുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ്. ഇവിടുത്തെ ധാരാളം ജനങ്ങൾ അവിടെ ജോലി ചെയ്യുന്നത്. നമ്മുടെ ഫോറിൻ മണിയുടെ വലിയൊരു ശേഖരം അവിടെ നിന്ന് ഉണ്ടാവുന്നതാണ്. ഇത് മാറി മറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചോളം വലിയ പ്രത്യാഘാതങ്ങൾ എന്തായാലും ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവുമില്ല. പിന്നെ നമ്മുടെ നല്ല സുഹൃത്തുക്കളായിരുന്ന രാജ്യങ്ങളാണ് ഇതെല്ലാം തന്നെ. ഇനി മറ്റൊന്നിപ്പോൾ കേട്ടതാണ് ഈ റഷ്യ അതിൻ്റെ എണ്ണ സബ്സിഡി എടുത്തു കളയാൻ ദിക്കില്ലെന്നുള്ള. നമ്മൾ വലിയ ധൈര്യമായിട്ട് എന്താണ് നിങ്ങളെത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയവരാണല്ലോ. ഇപ്പോൾ തിരിച്ചങ്ങോട്ട് വാങ്ങാൻ ചെല്ലുമ്പോൾ കണ്ടീഷൻസ് ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരും. അതോടെ ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യയുടെ 90% എണ്ണയും നമ്മളെന്താണ് ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ എക്കോണമി ഇത് പൂർണ്ണമായിട്ട് ബാധിക്കും. ഇനി അതിനേക്കാൾ നല്ലൊരു നോക്കൂ എന്നുവെച്ചാൽ ഇപ്പോൾ അമേരിക്കയുടെ യുദ്ധത്തിൻ്റെ പരമപ്രധാനമായ 2 ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇറാനിലെ രാഷ്ട്രീയ മാറ്റം ആയിരിക്കട്ടെ, 2 എന്താണ് ഹോർമൂസ് കടലിൽ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ആ മാറ്റത്തിലൂടെ എന്ത് ചെയ്യണം, ഈ പറയുന്ന എണ്ണയുടെ മൂവ്മെൻറ്റ്സ് ആഗോളതലത്തിൽ നടക്കുന്ന മൂവ്മെൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് സ്വാധീന വലയത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ ഹോർമൂസ് കടലെടുക്ക് അമേരിക്കൻ സ്വാധീനത്തിൽ വന്നാൽ എണ്ണ വില ഇന്ത്യക്ക് കുറച്ച് കൊടുക്കുമോ? സാധ്യത കുറവാണ്. ഇല്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഇന്നത്തേക്കാൾ കൂടുതൽ വിലയ്ക്ക് ഇപ്പോൾ അല്ലേ ഇപ്പോൾ ട്രംപ് പറയുന്നതാണ് എണ്ണ വില, ക്രൂഡ് ഓയിലിൻ്റെ വില കുതിക്കുന്നു എന്നാണ്. വലിയ സന്തോഷത്തോടെ പറയാണ്. അതിലെന്തോ ഒരു നിഗൂഢതയില്ലേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം വെച്ചാൽ ഇതൊരു നിലയ്ക്കും നമുക്ക് ആഹ്ലാദകരമായ ഒരു കാര്യമല്ല. ഒപ്പം എന്താ വെച്ചാൽ അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു ഇന്ത്യക്കാർ നല്ല ആക്ടേഴ്സാണെന്ന്. നമ്മളല്ലേ കുഞ്ചിരാമ കളി കളിക്കുക എന്ന് പറയില്ലേ, നിൽക്കട അറിയുമ്പോൾ നിൽക്കുക, കളിക്കട അറിയുമ്പോൾ കളിക്കുക. ഈ രീതിയിൽ കളിക്കുന്ന ഒരു രാഷ്ട്രമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം പറയുന്നത്. ഇന്ത്യയുടെ പ്രതിച്ഛായ തകർന്നു പോയി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ചില നിഗൂഢതകൾ പുറത്തു വരാനുണ്ട്, അത് പുറത്തു വന്നേക്കാം. ഇല്ലെങ്കിൽ പോലും നമുക്കറിയാം ഇന്ത്യ നിലവിലെടുക്കുന്ന ഈ സ്റ്റാൻഡുകൾ അത് നമുക്ക് ഭാവിയിലേക്ക് കൂടെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ഇടയുള്ളതാണ്.